നമസ്കാരം. അബ്ദുള്ള കാസർഗോഡാണ്. നമ്മളിപ്പോൾ ഇത് തിരുവനന്തപുരത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ സാഹചര്യങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദകോലാഹലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചായ്പുകളും ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ജനങ്ങളൊക്കെ ആകെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചിന്തിക്കുന്നൊരു സാഹചര്യമായിട്ട് കേരളം മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഞാനിത് പറയുന്നത് നമ്മളെ 2-3 പ്രാവശ്യം MP ആയ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏതായാലും ശശി തരൂർ അവിടെ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഏതായാലും ഒരു വീഡിയോ ഉണ്ട് ശശി തരൂരിനെ ആദ്യമായിട്ട് അവിടെ ജനങ്ങൾ സ്വീകരിക്കുന്ന രംഗം, അത് കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം. ഏതായാലും നിങ്ങൾ വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ശശി തരൂരിനെ അവിടെ ജനങ്ങൾ സ്വീകരിച്ച രംഗം. യഥാർത്ഥത്തിൽ ഇത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. കാരണം ഇന്ന് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തീരദേശ പ്രദേശം ആണ് കൂടുതൽ അവിടെയുള്ള സ്ഥലം. അവിടുത്തെ വോട്ടർമാരും തീരദേശ പ്രദേശത്തുള്ളവരാണ്. പിന്നെ അവിടെ ആണെങ്കിൽ ഹിന്ദുക്കളെ 62% ഹിന്ദുക്കളെ സമുദായങ്ങളുടെ വോട്ടാണ്. അതിപ്പോൾ ഏകദേശം കോൺഗ്രസിന് വിരുദ്ധമായ സന്ദർഭവും പിന്നെ ബാക്കിയുള്ളത് BJPക്ക് അനുകൂലവും. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ചന്ദ്രശേഖരനെ BJPൻ്റെ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതും. അപ്പോൾ അങ്ങനെ ഒക്കെ ആകുന്ന സമയത്ത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ 2ാം സ്ഥാനത്തേക്ക് വോട്ടിന് വിജയിക്കാനുള്ള സാധ്യത കാണുന്നുള്ളത് ഈ BJPൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. കാരണം BJPൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇന്നത്തെ വോട്ടിൻ്റെ അവസ്ഥ അതാണ്. കാരണം കോൺഗ്രസിനോടുള്ള സമീപനം ജനങ്ങൾക്ക് ആ രൂപത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നില്ലേ, ഇത് തീരദേശ പ്രദേശത്തിൻ്റെ വോട്ടാണ് അവിടെ കിട്ടുന്നത്. അവിടെയൊക്കെ ജനങ്ങൾക്ക് ഒരു പുരോഗതിയും ഇല്ലാതെയാക്കിയിട്ട് ജനങ്ങളൊക്കെ തരൂരിന് എതിരായിട്ട് നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ. മറ്റെന്ന് വെച്ചാൽ മുന്നേ ഗോപാൽ വിജയിച്ച സ്ഥലമാണ്, നാടാണത്. അത് ജനങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായതുകൊണ്ടാണ് രാജഗോപാൽ വിജയിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ ഘടകം, ഇന്നത്തെ സാഹചര്യം അതായതുകൊണ്ട് ഇന്ന് വോട്ടൊക്കെ ഭിന്നിക്കുന്നൊരവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിന് ഒരുപാട് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കാരണം മുസ്ലിങ്ങളുടെ ഇടയിലായാലും ക്രിസ്ത്യാനികളുടെ ഇടയിലായാലും പല രൂപത്തിൻ്റെ വോട്ട് ഭിന്നിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എതിരായിട്ട് നിൽക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. പല രൂപത്തിലുള്ള പാതിരിമാരും ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കൂട്ടത്തിലും കോൺഗ്രസ്സിന് എതിരായിട്ട് നിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് വിരുദ്ധമായ ഈ ഇന്നത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവിടെ ശശി തരൂരിന് വിജയിക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം തന്നെ വന്നപ്പോൾ തോർത്തൊക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ വോട്ട് അന്വേഷിച്ച് വരണമെന്ന് പറയാൻ കാരണം ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടത്. ആ സാഹചര്യം തന്നെയാണ് ഇന്ന് ലാസ്റ്റ് വരെ ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നുള്ളത്. കാരണം വെച്ചെങ്കിൽ ഒന്ന് BJPക്ക് അവിടെ നല്ല സ്വാധീനമുള്ള സ്ഥലം, രണ്ടാമെന്ന് വെച്ചെങ്കിൽ കോൺഗ്രസിനോട് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ബാക്കിയുള്ള ഹിന്ദുക്കളുടെ വോട്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുറഞ്ഞു പോയാൽ പിന്നെ ബാക്കി കോൺഗ്രസിൻ്റെ വോട്ടും BJPക്ക് പോകാനുള്ള സാഹചര്യം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചന്ദ്രശേഖരൻ്റെ ഈ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള സാഹചര്യം കൂടുതലും കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പന്നിൻ രവീന്ദ്രന് വരാനുള്ള സാഹചര്യം കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ലീഗുകാർ അവിടെയുള്ള ആളാരും മാർക്സിസ്റ്റുകാർക്ക് വോട്ട് കൊടുക്കില്ല. പിന്നെ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുക. ഇന്ത്യ സഖ്യം എന്നിട്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും കൊടുക്കില്ല. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ കോൺഗ്രസിനും കൊടുക്കില്ല. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ യാഥാർത്ഥ്യം. ഇത് രണ്ടും കൂട്ടി മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളതെന്ന് വെച്ചെങ്കിൽ ചന്ദ്രശേഖരൻ അവിടെ ചെറിയ വോട്ടിന് കൂടി BJP വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥ കാണുമ്പോൾ തോന്നുന്നത്. ഇതെൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. കാരണം ഈ ഹിന്ദു ഭൂരിപക്ഷം വോട്ടുള്ള സ്ഥലത്ത് അവിടെ BJPക്കാണ് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത. കാരണം വെച്ചെങ്കിൽ കോൺഗ്രസിനെല്ലാം അവിടെ വോട്ട് കിട്ടാൻ ശശിധരനോട് ഇത് ജനങ്ങൾക്ക് വിദ്വേഷമാണ്. അപ്പോൾ ആ വോട്ടൊക്കെ ഏകദേശം ആ ആളത് വോട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, BJPക്ക് പോകാനുള്ള സാധ്യത. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കില്ല. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസിന് വോട്ട് കൊടുക്കില്ല. ഇത് രണ്ടും നോക്കുമ്പോൾ പിന്നെ ആ വോട്ടും കൊണ്ട് പോകും. ഒന്നത്. മറ്റൊന്നാണെങ്കിൽ മുസ്ലിങ്ങൾ
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഒരു 12-14% ഒറ്റ വോട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അവർ ശശി തരൂരിന് വോട്ട് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചെങ്കിൽ മറ്റേ പലസ്തീൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്ന സമ്മേളനത്തിൽ മീറ്റിങ്ങിൽ മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞത് ആ സമയത്തെ മുസ്ലിങ്ങൾക്ക് ശശി തരൂരിനെ കണ്ടുകൂടാന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു അവസ്ഥ എടുക്കുന്നത് അതിപ്പം ശശി തരൂർ അവിടെ സ്ഥാനാർത്ഥി വെച്ച് പ്രഖ്യാപിച്ച സന്ദർഭത്തിലും പത്രക്കാർ ചോദിച്ചു ശശി തരൂരിനോട്, നിങ്ങൾ ആ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തി പറയുന്നത് പറഞ്ഞാൽ അത് നമ്മളെ കോൺഗ്രസിൻ്റെ നയമാണ് ഞാൻ പറഞ്ഞത്, അതിന് തിരുത്താനൊന്നുമില്ലാന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ നയം തന്നെ ഇപ്പോൾ എന്തെന്നുള്ളതെന്ന് ഏകദേശം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കിട്ടേണ്ട വോട്ട് പല രൂപത്തിൽ ചിഹ്നിച്ചിത്തറാനുള്ള സാഹചര്യം നമുക്ക് തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. പിന്നെ ആ എല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോൾ ശശി തരൂർ അവിടെ തെറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നത്തെ സാഹചര്യം അതാണ്. ശശി തരൂരിൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇന്ന് പലയിടത്തും ചെയ്യുന്നുള്ളതും BJPക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും, അല്ലെങ്കിൽ അവരെ പോലത്തെ തന്നെ പ്രവർത്തനങ്ങൾ ഇവരെ കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിട്ട് വോട്ടർമാരുടെ ഇടയിൽ കോൺഗ്രസിനോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യം കൂടെ ഇപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനോട് വിജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം 2-3 പ്രാവശ്യം ഇപ്പോൾ MP ആയിട്ട് പോയിട്ട് ഒരു വികസനവും ഇല്ലാത്തതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പം ആദ്യം കണ്ടത് അവിടെ ഒന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പിന്നെ പ്രതിപക്ഷത്ത് ഇന്നത്തെ കേരളത്തിലെ ഭരണത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് സമയം കളഞ്ഞല്ലാതെ കണ്ട് മറ്റൊന്നും അവർക്ക് ഈ നാട്ടിന് വേണ്ടി ഇതുവരെ സേവനം ചെയ്യാനൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജനങ്ങളെയൊക്കെ കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇരുന്ന സന്ദർഭത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല, ആ രൂപത്തിലാക്കിയിട്ട് ജനങ്ങൾ മാറ്റി മറിച്ചിട്ടാന്നുള്ളത് കോൺഗ്രസിനെ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ശശി തരൂരിന് മിക്കവാറും അവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു നിഗമനമല്ല കാണുന്നുള്ളത്. അതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും തെറ്റ് ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് വേണമെന്നുള്ളത്. ഞങ്ങളുടെ ഒരു ഇന്നത്തെ നിഗമനം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളവർക്ക് കാണാം, കേൾക്കാം, സ്വീകരിക്കാം, എല്ലാവർക്കും തള്ളിക്കളയാം. അടുത്ത ബിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.